ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു മട്ടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കുറുകിയ ചാറോടുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മട്ടൻ കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂണോളം പിരിയമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂണോളം വീട്ടിൽ പൊടിച്ചെടുത്ത മസാലയാണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, പെരിഞ്ചീരകമൊക്കെ ചേർത്ത് പൊടിച്ചെടുത്തതാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് ഈ പൊടികളുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു ചട്ടിയിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഈ മട്ടനിലേക്ക് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതൊരു 5-6 വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു ഉരുളി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും വേപ്പിലയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലതുപോലെ വഴന്ന് ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് കറി ഒന്ന് തിളച്ച് കുറുകി വരണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.